ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോൻ്റെ ഫസ്റ്റ് കാട്ടി കുറച്ച് തംബ്ലൈൻസ്, അത് ഞാൻ എഡിറ്റ് ചെയ്ത തംബ്ലൈൻസ് അല്ല. ChatGPT ഞാൻ കുറച്ച് പ്രോംപ്റ്റ് അടിച്ചു കൊടുത്തപ്പോൾ എനിക്ക് അവിടുത്തെ കിട്ടിയ തംബ്ലൈനാണ്. നമ്മൾ എഡിറ്റ് ചെയ്യാണ്ട് ജസ്റ്റ് 1 മിനിറ്റിനുള്ളിൽ നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്തെടുക്കാം. വെൽക്കം ടു സനൽ വ്ലോഗ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സനൽ വ്ലോഗ്. അപ്പോൾ ഞാൻ ഇന്നൊന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു ടെക് വീഡിയോ ആണ്. നമുക്ക് യൂട്യൂബിൽ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ മെയിൻ ഒരു ഘടകമാണ് തംബ്ലൈൻ. അപ്പോൾ അതെങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. എല്ലാവരും എഡിറ്റിംഗ് വഴിയാണ് നമ്മൾ ചെയ്യാറ്. ഇത് ഒരു എഡിറ്റിങ്ങിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഒരു തംബ്ലൈൻ, അടിപൊളി തംബ്ലൈൻ അത് ഔട്ട് കിട്ടും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ചിലവർക്ക് എഡിറ്റ് ചെയ്യാൻ അറിയുണ്ടാവില്ല. വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്യുമെങ്കിലും അതിൻ്റെ തംബ്ലൈൻ എഡിറ്റ് ചെയ്യാൻ ചിലർക്ക് ഒത്തിരി ടഫായിരിക്കും. അപ്പോൾ അതിനൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലേ. ചിലർ പിക്സാർട്ടിൽ ഡൗൺലോഡ് ചെയ്ത് ചെയ്യും, ചിലർ നോർമൽ എഡിറ്റിംഗ് ആപ്പിൽ ഡൗൺലോഡ് ചെയ്ത് ചെയ്യും. ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യും. പക്ഷേ ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് ChatGPT. നമ്മൾ ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, നമുക്ക് ആവശ്യമുള്ള പ്രോംപ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട് വന്ന ഒരു ഇമേജ് ഉണ്ട്, നമ്മുടെ തംബ്ലൈൻ. അത് നമ്മൾ എഡിറ്റ് ചെയ്യുന്നതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ടാണ് അതിൻ്റെ ഔട്ട് നമുക്ക് കിട്ടുന്നത്. നമുക്കൊന്ന് കണ്ടാലോ? കമോൺ. ഫസ്റ്റ് നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യാം. അതിൽ നമ്മൾ ഈ സെർച്ചിൻ്റെ അവിടെ നമ്മൾ ChatGPT അടിച്ചു കൊടുക്കുക. ChatGPT ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആവും. അത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഒരു ഫോൾഡർ നമുക്ക് ഓപ്പൺ ആവും. ഇവിടെ ചില ടൈമിൽ നമുക്ക് ഇവിടെ ഒന്നും വരില്ല ആഡ് ആക്കാനായിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഒരു പ്ലസ് പോയിൻ്റ് കാണുന്നുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. എഗൈൻ ക്ലിക്ക് ചെയ്യാം. ചില ടൈമുകളിൽ ഇതിങ്ങനെ വർക്കാവില്ല. ആ സമയത്ത് ജസ്റ്റ് നമ്മൾ ഫോട്ടോ ആഡ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് വരും. ഈ സമയത്ത് വീണ്ടും പ്ലസ് ക്ലിക്ക് ചെയ്യാം, ആഡ് ഫോട്ടോ. അവിടെ നമുക്ക് ഫോട്ടോസ് ആഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്ക് എൻ്റെ ഒരു ഫോട്ടോ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഫോട്ടോസ് എത്ര വേണമെങ്കിലും നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എന്തൊക്കെ ഐറ്റംസാണ് അതിൽ ഉൾപ്പെടുത്തുന്നത് വെച്ചാൽ ആ ഫോട്ടോസ് എല്ലാം ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആ ഫോട്ടോ ലോഡായ ശേഷം നമുക്കവിടെ ടൈപ്പ് ചെയ്യാം പ്രോംപ്റ്റ്. നമുക്കറിയുന്ന ഇംഗ്ലീഷ് നമുക്ക് ടൈപ്പ് ചെയ്യാം. അത് വലിയ ഗ്രാമർ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഇതിൽ ടൈപ്പ് ചെയ്യുന്ന സ്പെല്ലിങ് കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയാൽ മാത്രം മതി. പിന്നെ മലയാളം ഫോണ്ട് നമുക്കിതിൽ ആഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇംഗ്ലീഷ് ഫോണ്ടുകളെല്ലാം നമുക്ക് നന്നായിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മലയാളം ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത ശേഷം നമ്മൾ വേറെ ഒരു ആപ്ലിക്കേഷനിലിട്ട് മലയാളം ആഡ് ചെയ്യേണ്ടി വരും. ഇത് മലയാളം കറക്റ്റായിട്ട് വരാറില്ല. ആ ഒരു കുറവ് മാത്രമേ അതിൽ കാണുന്നുള്ളൂ. നമുക്കിവിടെ ഇപ്പോൾ എന്തായാലും നമുക്ക് ഇംഗ്ലീഷിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് വെക്കാം നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഞാനിവിടെ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് ChatGPT വഴി നമുക്കൊരു തംബ്ലൈൻ ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ ഒരു പോസ്റ്റർ അല്ലെങ്കിൽ തംബ്ലൈൻ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രോംപ്റ്റ് അടിച്ചു കൊടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ അടിക്കുന്നത് മേക്ക് എ യൂട്യൂബ് തംബ്ലൈൻ. ഓക്കെ, ഇത് അടിച്ച ശേഷം നമുക്ക് ടോപ്പിക് അടിക്കണം. ടോപ്പിക്കിന് ഇട്ട ശേഷം ജസ്റ്റ് ഒരു ഇത് കൊടുത്ത ശേഷം നമുക്ക് എന്താണ് നമ്മുടെ ടൈറ്റിൽ, ആ ടൈറ്റിൽ എവിടെ വന്നത്. അപ്പോൾ ജസ്റ്റ് 1 മിനിറ്റ് ക്രിയേറ്റ് യൂട്യൂബ് തംബ്ലൈൻ. ഇതായിരിക്കും നമ്മുടെ ടോപ്പിക്ക് ഫസ്റ്റ് വരുന്നത്. അതിനുശേഷം നമുക്ക് വേണ്ടത് ആഡ് ദിസ് പേഴ്സൺ ഫോട്ടോ ഓൾസോ. അടുത്തത് യൂസ് മെയിൻ നമ്മൾ ഏത് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ ജസ്റ്റ് ഒരു, ഇപ്പം ഞാൻ ChatGPT യൂസ് ചെയ്താണ് ഈ പ്രോംപ്റ്റ് അടിക്കുന്നത്. അപ്പോൾ യൂസ് ChatGPT എന്നിട്ട് നമ്മളൊരു കൊടുക്കുക. ഇത് ഏത് ഭാഗത്തായിട്ട് നമുക്ക് വേണം, മിഡിൽ ടൈറ്റിൽ. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റ് കൊടുക്കുന്നൊന്നും നമ്മൾ ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതുന്നൊന്നും അവിടെ വരില്ല. ChatGPT ഉപയോഗിച്ച് എങ്ങനെ ഒരു തംബ്ലൈൻ ചെയ്യാം. അപ്പോൾ ഇത്ര ഐറ്റംസ് മാത്രമേ അടിച്ചെടുത്തിട്ടുള്ളൂ. സബ്സ്ക്രൈബ്, ഇപ്പോൾ എൻ്റെ പേര്, എൻ്റെ ചാനലിൻ്റെ പേര് കൂടി നമുക്ക് അവിടെ അടിച്ചേക്കാം. സബ്സ്ക്രൈബ് സനൽ വ്ലോഗ്. ഓക്കെ, ഇനി നമുക്കിവിടെ താഴത്തെ ചെയ്യാം ക്രിയേറ്റ് യൂട്യൂബ് തംബ്ലൈൻ. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു കാര്യം മിസ്സായി. ഇവിടെ ബാക്ക്ഗ്രൗണ്ട്
ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതും കൂടി അടിച്ചു കൊടുക്കണം. ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ ഞാൻ അടിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് എന്ത് ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ അവിടെ അടിച്ചു കൊടുക്കാം. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് അവിടെ വരും. ഇത്ര മാത്രം നമ്മൾ ടൈപ്പ് ചെയ്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മളിവിടെ ക്ലിക്ക് കൊടുക്കാം. കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം അതൊന്ന് ലോഡായിട്ട് വരാനായിട്ട്. ക്രിയേറ്റിംഗ് ഇമേജ് വരുന്നുണ്ട്. ഒരു 1 മിനിറ്റ് എങ്കിലും നമ്മളത് വെയിറ്റ് ചെയ്യേണ്ടി വരും ഒന്ന് ലോഡായിട്ട് വരാനായിട്ട്. നമ്മൾ കൊടുത്ത ഫോട്ടോസ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനും അത്രയും ടൈം എടുക്കും. ചിലപ്പോൾ ഒക്കെ നമുക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാലും ഡയറക്റ്റ് ഇമേജ് വരണമെന്നില്ല. അവർ ആദ്യം ഒരു പ്രോംപ്റ്റ് അടിച്ചു തരും. ആ പ്രോംപ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ഇമേജ് അല്ലെങ്കിൽ ക്രിയേറ്റ് തംബ്നെയിലിന് വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇതുപോലെ ഇമേജ് ക്രിയേറ്റ് ആവുള്ളൂ. ഇത് നമുക്ക് ഡയറക്റ്റ് ഇമേജ് ക്രിയേറ്റിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വേഗം ഇമേജ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എഡിറ്റ് ചെയ്യാൻ അറിയാത്തവരെല്ലാം ഇങ്ങനെ ജസ്റ്റ് നമുക്ക് അറിയുന്ന പോലെ ഇത് അടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു തംബ്നെയിൽ ക്രിയേറ്റ് ആവാൻ ലോഡായിട്ട് വരുന്നുണ്ട് കണ്ടോ. ഇപ്പോൾ എൻ്റെ ഫോട്ടോ വച്ചിട്ട് ജസ്റ്റ് 1 മിനിറ്റ് ക്രിയേറ്റ് യൂട്യൂബ് തംബ്നെയിൽ അവിടെ വന്നു. ChatGPT ആ ആപ്ലിക്കേഷൻ്റെ പേര് 1 മിനിറ്റിൽ നമുക്ക് സംഭവം ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെയുണ്ട് ഇത്? നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ആകുകയും ചെയ്യും. നമ്മളിവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ആയിരിക്കും. കണ്ടോ, ഇത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ChatGPT ഉപയോഗിച്ച്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യുന്നതിനേക്കാളും പക്ക പ്രൊഫഷണലായിട്ടുള്ളൊരു തംബ്നെയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഇങ്ങനത്തെ ChatGPT യൂസ് ചെയ്ത് തംബ്നെയിൽ ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് യൂസ് ചെയ്യുക. നമുക്ക് അടിപൊളി തംബ്നെയിലൊക്കെ ഉപയോഗിച്ച് നമ്മുടെ യൂട്യൂബ് ചാനൽ അടിപൊളിയാക്കാം. ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങൾ ChatGPT ഉപയോഗിച്ച് എങ്ങനെയാണ് തംബ്നെയിലും പോസ്റ്ററൊക്കെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമുക്ക് അറിയുന്ന പോലെ നമുക്ക് പ്രോംപ്റ്റ് കാര്യങ്ങൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട് അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇടാം. എനിക്കറിയുന്ന പോലെ ഞാൻ അതിൻ്റെ മറുപടി കാര്യങ്ങളൊക്കെ തരാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കൂടെ കൂടുക. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. ബൈ.